വളരെ തന്ത്രശാലിയായിട്ടുള്ളൊരു ഗെയിമറായിരുന്നു. പക്ഷെ ഇപ്പോൾ അനുമോള് ചെറിയൊരു കള്ളം കൂടി പൊളിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നെവിൻ ഇരിക്കുമ്പോൾ നെവിനോട് ചോദിക്കുന്നുണ്ട്, നീ സ്ഥിരമായിട്ട് മാനിക്യൂറും പെഡിക്യൂറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്യും, എൻ്റെ കയ്യും കാലൊക്കെ കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അനുമോളത് വേറൊരു കാര്യം പറയാനാണ് നെവിൻ്റെ അടുത്ത് പറഞ്ഞത്. അനുമോള് പറഞ്ഞു, അതുകൊണ്ടാണല്ലേ നീ ഈ കിച്ചണിൽ വെസൽ ക്ലീനിങ്ങളൊന്നും അധികം നിൽക്കാത്തത്, നീ മര്യാദയ്ക്ക് കഴുകാത്തതൊക്കെ. അപ്പം നെവിൻ ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചിട്ട്, അതെ, എനിക്കെൻ്റെ കൈയും കാലൊക്കെ നോക്കണ്ടേ, നീ അവിടെ സോപ്പ് എക്സോ ഒന്നും യൂസ് ചെയ്യാത്തതെന്ന് അതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കഴുകി ഞങ്ങളുടെ കൈയൊക്കെ കണ്ടിരിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഒരു കണക്കിന് തന്ത്രശാലിയായിട്ടുള്ള ഗെയിമർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് നെവിൻ. ബാക്കിയുള്ളവരുടെ ശരീരവും നെവിൻ്റെ ശരീരവും ഇപ്പോൾ നോക്ക്. നെവിൻ്റെ ശരീരം ഇപ്പോഴും അവിടെ ചെന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യത്തിലും നെവിന് സ്പെഷ്യലായിട്ടുള്ളൊരു റൂള് പോലെ നമ്മൾ തോന്നിയിട്ടുണ്ട്. ഭക്ഷണം എടുക്കാനാണെങ്കിലും ബാക്കിയുള്ളവരവിടെ വിശന്നിരിക്കുമ്പോഴും നെവിൻ കട്ടെടുത്ത് കഴിക്കുന്നു. പിന്നെ അതിനാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നെവിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള തമാശ രീതിയിലുള്ള മറുപടികൾ. പിന്നെ നെവിൻ ആദ്യം കയറിയപ്പോൾ തന്നെ കാര്യം മുഖത്തടിച്ചോണം പറയാനായിട്ട് നല്ല രീതിയിൽ തമാശ കലർത്തി ഒരു ശൈലി ഉണ്ടാക്കി പറഞ്ഞിരുന്നു. കാര്യങ്ങൾ മുഖത്തടിച്ച പോലെ തന്നെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണമാണെങ്കിൽ ഞാൻ നിനക്കത് തരില്ല, എത്ര ചോദിച്ചാലും ഈ നെവിൻ്റെ ഇല്ല, ഞാൻ തരില്ല, ഇത് എനിക്കുള്ളത് മാത്രമാണെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത ഒരു എന്താ പറയുക അക്സെപ്റ്റൻസ് മത്സരാർത്ഥികളുടെ ഇടയിൽ അവിടെ കിട്ടിയിരുന്നു നെവിന്. അത് നെവിൻ ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പല ഇഷ്യൂസ് വന്നപ്പോഴും വെള്ളം കോരി ഒഴിച്ചു, ഷാനവാസിൻ്റെ കേസ് വന്നപ്പോഴും അങ്ങനെ പല ഇഷ്യൂസിലും നെവിൻ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് ക്യാരക്ടർ മാറ്റി പഴയ രീതിയിലേക്ക്, തമാശ രീതിയിലേക്ക് വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പല കാര്യങ്ങളും കൊണ്ട് തന്ത്രശാലിയായിട്ടൊരു ഗെയിമർ തന്നെയാണ് നെവിന് പല സമയങ്ങളിൽ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞ ആഴ്ചകളിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ശിക്ഷ കിട്ടിയിട്ടും ശിക്ഷ ഇളവ് കിട്ടി. ആ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പൈസ ലാലേട്ടൻ മുഖേന തന്നെ ആൾക്കാരോട് മേടിച്ച് കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ഭയങ്കര തന്ത്രശാലിയായിട്ടൊരു ആളാണ് നെവിൻ. ഇപ്പം നെവിൻ ദേഷ്യം വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ തുറന്നടിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴും, ഒരാളെ പരിഹസിക്കേണ്ടി വരുമ്പോഴും, ഒരാളെ വിമർശിക്കുമ്പോഴൊക്കെ മുഖത്ത് നോക്കി നെവിൻ ആ ഒരു തമാശ കലർന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെവിന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഫ്രസ്ട്രേഷനോ ബാക്കിയുള്ളവർ അത്ര പ്രഷർ അവിടെ ഉണ്ടാവില്ല എന്ന്. കാരണം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവൻ അപ്പം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബാക്കിയുള്ളവർ അത് ആ സെൻസിൽ ഇടിപ്പിക്കാനായിട്ട് നെവിനെ പറ്റി. ഏറ്റവും ലാസ്റ്റ് ഈ പാത്രം കഴുകാത്ത കാര്യത്തിലും അനുമോള് നെവിനെ പൊക്കി. അപ്പോൾ എല്ലാം കൊണ്ടും നെവിൻ ചെന്നിട്ട് ഇത്രയും ദിവസം നിന്നു എന്നല്ലാതെ ബാക്കിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അത്ര ഇമ്പാക്റ്റ് നെവിന് കുറവേ പറ്റിയിട്ടുള്ളൂ. അതുമാത്രമല്ല, നെവിൻ എല്ലാ റൂൾസും, അവിടെയുള്ള റൂൾസുകളൊക്കെ പലതും ബ്രേക്ക് ചെയ്ത് തോന്നിയ പോലെ നെവിന് ജീവിക്കാനും നെവിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ തന്ത്രപരമായ കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നെവിൻ ചെയ്തു അവിടെ. അതുകൊണ്ട് തന്നെ മിക്കവാറും വോട്ടിങ്ങിൽ ഭയങ്കര മാറ്റം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നൂറ ഔട്ടായി പോയതിനും ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ അതിനിടയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.